ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഫിഷ് ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാനെന്ന് അതിൻ്റെ റൈസ് ഇത് ഇവിടെ റെഡിയാവുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം മിക്സാക്കി എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരൂ. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലഷി ആയിട്ടുള്ള ഫിഷ് പീസസിൽ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം മസാലയും നമ്മളിതിലേക്കാണ് വഴറ്റിയെടുക്കുന്നത്. ഫിഷൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും കൂടിയുള്ള മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 4 എണ്ണവും ഇഞ്ചി ഒരു മീഡിയം പീസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി ചതച്ച് ചേർക്കണം. ചതച്ചെടുത്ത പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായി വഴറ്റി പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എരിവുള്ള 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട്. മസാല അവിടെ റെഡി ആവട്ടെ. ആ സമയത്ത് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി വേവിക്കാം. ഞാൻ ദാവത്ത് എന്നുള്ള ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കേണ്ടത്. എടുത്തിട്ടുള്ള വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് പാനിലേക്ക് ഒഴിക്കാം. നമ്മുടെ മസാലയിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഫിഷ് പീസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മസാലയ്ക്ക് ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ റൈസ് തയ്യാറാക്കാനായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് പെരിഞ്ചീരകവും പച്ചമുളകും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസും കൂടി ചതച്ചെടുക്കണം. അരിയൊക്കെ നന്നായി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഫിഷ് പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കിയൊക്കെ കൊടുക്കാൻ. വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി റൈസിൻ്റെ പരിപാടിയിലേക്ക് പോകാം. റൈസ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ കൂടെയുള്ള മിക്സ് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡായാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പതിയെ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞെടുത്ത തക്കാളിയും പാകത്തിനുള്ള ഉപ്പ് വെള്ളവും അരിഞ്ഞെടുത്തിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും വെണ്ടയിലയും കൂടി ഇട്ട് കൊടുക്കണം. റൈസ് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. റൈസൊക്കെ വേകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് മസാലയും റെഡി ആയിട്ടുണ്ട്. വെന്തുകൊണ്ടിരിക്കുന്ന റൈസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത അതേ നെയ്യോടുകൂടി തന്നെ സവോളയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത്. ഈ നെയ്യിൻ്റെയും സവോളയുടെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് റൈസിലേക്ക് ഇറങ്ങി കിട്ടും. ഇനി റൈസൊക്കെ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്നും പകുതി ഒന്ന് നമുക്ക് കോരി മാറ്റാം.
ഇനി ഒട്ടും ഉടഞ്ഞു പോകാതെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ മസാല പീസസ് ഉൾപ്പെടെ മസാല വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി ഇത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.